സരിസാ സരിസാ കണ്ടക്ടർ, ഒരു ക്ഷേത്ര ടിക്കറ്റ്. ടിക്കറ്റ് എടുത്തല്ലോ. എടുത്താ? ആരെടുത്ത്? മുമ്പിലെടുത്ത്. അല്ല, ഇത് എൻ്റെ കൂടെ ബസ്സിൽ കയറുന്ന 100 അല്ലേ? ഇവളെന്തിനാ എൻ്റെ ടിക്കറ്റ് എടുക്കണ? അല്ല, ഇവള് തന്നെയാണോ? ആഹാ, ചിരിക്കുണ്ടല്ലോ. അപ്പൊ ഇവള് തന്നെയാണ്. എന്നാൽ ഇവിടെ എനിക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം എന്താ? എന്നാലും അവളായിരിക്കുമോ ടിക്കറ്റ് എടുത്തത്? എടാ, ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമെടാ. നിങ്ങൾ രണ്ടുപേരും ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നല്ലേ ബസ് കയറുന്നത്. ചിലപ്പോൾ അവൾക്ക് നിന്നോട് ഇഷ്ടം തോന്നിയാലോ? ഒരുപക്ഷെ അവൾ ഇങ്ങനെയായിരിക്കും നിന്നോട് പ്രകടിപ്പിച്ചുണ്ടാകുക. എടാ, ഒരു കാര്യം ചെയ്യും, നാളെ അവൾ ടിക്കറ്റ് എടുക്കുമെന്ന് നോക്ക്. ഓക്കെ. അങ്ങനെ എടുക്കുവാണെങ്കിൽ സംഗതി ഓക്കെയാ. ഇന്നെന്താ ലേറ്റാണല്ലോ? ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലേ? ഏയ് ഇല്ല, ചുമ്മാ ചോദിച്ചതാ. ഒരു ചേർത്തല. ടിക്കറ്റ് എടുത്തല്ലോ. എടുത്താ? ആരെടുത്ത്? മുമ്പിലെടുത്ത്. അപ്പൊ ഇവിടെ തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഓക്കേ. എടാ, ഞാൻ പറഞ്ഞില്ലേ, ഇത് അവള് തന്നെയാ. ചില പെണ്ണുങ്ങൾ അവരുടെ മനസ്സിലുള്ള ഇഷ്ടം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത്. നമ്മളതങ്ങോട്ട് മനസ്സിലാക്കിക്കോണം. നീ പറഞ്ഞ ശരിയാ. അളിയിലൊക്കെ ടിക്കറ്റ് എടുത്തു തരാൻ പെമ്പിള്ളാരൊക്കെ ഉണ്ട്, നമുക്കൊന്നും ആരും ഇല്ലേ. എടാ, നീ ഒരു കാര്യം ചെയ്, അവളെ പുറത്തോട്ട് വല്ലതും കൊണ്ടുപോകും, വല്ല കോഫി ഷോപ്പിലോ മറ്റോ. എന്ത് പറ്റി? പറഞ്ഞു വന്നപ്പോ ഒരു കാര്യം മറന്നുപോയി. നാളെ എന്റെ ബർത്ത്ഡേയാ. എന്നിട്ടാണോ? ഇതല്ലേ പറ്റിയ അവസരം. നോക്കല്ലേ? ഹായ്. എന്താണെന്ന് ഹാപ്പി മൂഡിലാണല്ലോ. ടുഡേ ഈസ് മൈ ബർത്ത്ഡേ, അതാ. ഓ, കൺഗ്രാറ്റുലേഷൻസ്. ഓ, താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. ആൻഡ് ദിസ് ഈസ് ഫോർ യു. ഓ, താങ്ക് യു. എടാ, ചോക്ലേറ്റ് എടുക്കണ്ട. ഇത് മാത്രമേ ഉള്ളോ? ചിലപ്പൊന്നുമില്ല. എടാ, നീ ഒരു കാര്യം ചെയ്, അവളെ പുറത്തോട്ട് വല്ലതും കൊണ്ടുപോകും. എന്നാൽ 100 ഫ്രീ ആണെങ്കിൽ ചേർത്തല ബസ് സ്റ്റാൻഡിലുള്ള PR ബേക്കറി വെച്ച് കാണാം. 100 ഓക്കെയാണ്? ഞാൻ ഓക്കെയാണ്. ചേട്ടാ, ഞങ്ങളും ഈ ബസ് സ്റ്റാൻഡിൽ സ്ഥിരം വന്നല്ലേ, ഞങ്ങൾക്ക് ട്രീറ്റ് ഒന്നും ഇല്ലേ? എക്സ്ക്യൂസ് മീ, ആ ചോക്ലേറ്റ് ഒന്ന് തരുമോ? തനിക്ക് വൈകുന്നേരം ഞാൻ ട്രീറ്റ് തരാം. എന്നാ ചോക്ലേറ്റ്. താങ്ക് യു ചേട്ടാ. യു ആർ വെൽക്കം. അപ്പോൾ ഈവനിങ് PR ബേക്കറി വെച്ച് കാണാം. ഓക്കെ? ആയിക്കോട്ടെ. പാപ്പയുടെ പേര് സലീമല്ലേ? അതെ. ഞാൻ പോയിട്ടുണ്ട് പാപ്പയുടെ കടയിൽ. സലീമിക്കയുടെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഫേമസാ. ആണോ? നല്ല സൂപ്പർ ബിരിയാണിയാ. ശരിക്കും ഷാജഹാൻ എൻ്റെ പാപ്പൻ്റെ കടയിൽ കയറിയിട്ടുണ്ടോ?
കേറിയിട്ടുണ്ടോന്നാ? ഞാനൊക്കെ നിങ്ങളുടെ ബാപ്പയുടെ കടയിലെ സ്ഥിരം കസ്റ്റമേഴ്സാ. ഓഹോ. ആ അല്ല, എന്താ ചിരിക്കണേ? ഏയ് ഒന്നുമില്ല. എന്തോ ഉണ്ട്. ആ, പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട. ശരിക്കും ഷാജഹാൻ എൻ്റെ ബാപ്പൻ്റെ കടയിൽ കയറിയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അല്ല, എന്താ? ശരിക്കും എൻ്റെ ബാപ്പയ്ക്ക് ബിരിയാണി കടയല്ല, സ്വർണ്ണക്കടയാണ്. ആ, അതാണ് ഒരു സംശയം. അതെങ്ങനെയാണ് ബിരിയാണിക്കട വെച്ചാണ് ഇത്രയും സുന്ദരിയായൊരു മോളോ? അല്ലേ? ആണോ? എനിവേ, താങ്ക്സ് ഫോർ ദ ട്രീറ്റ്. ഓക്കെ, ബൈ. അപ്പോഴേ താങ്ക്സ് മാത്രമേ ഉള്ളൂ. പിന്നെന്താ വേണ്ടേ? മൊബൈൽ നമ്പർ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. മൊബൈൽ നമ്പർ ഇല്ലേ? ഓഹോ, മൊബൈൽ നമ്പറോ? ഉം. ഡെയിലി കാണുന്ന നമുക്ക് എന്തിനാ മൊബൈൽ നമ്പർ? ഉം. മൊബൈൽ നമ്പർ വേണമെങ്കിലേ വീട്ടിലോട്ട് വാ. അപ്പോഴേ ഞാൻ വീട്ടിലോട്ട് വരും. ആ, വന്നോ വന്നോ. ഹലോ, ഹായ്. എന്താ ഇവിടെ? മൊബൈൽ നമ്പർ എവിടെ? മൊബൈൽ നമ്പർ പിന്നെ തരാം. പോ പോ, ഉപ്പ വരും. എന്നാ? എന്താ പറഞ്ഞേ? ഉപ്പ വരും, ഞാൻ പിന്നെ തരാം നമ്പർ. പോ പോ. നോ 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 നോ, മൊബൈൽ നമ്പർ കിട്ടാതെ ഞാൻ പോകത്തില്ല. ഉപ്പ വന്നു, പോ പോ പോ. സലാം അലൈക്കും. എൻ്റെ പേര് ഷാജഹാൻ. എന്താ ഇവിടെ? ഞാനിവിടെ നൂറിനെ കാണാൻ വേണ്ടി വന്നതാ. നൂറിൻ്റെ ഫ്രണ്ടാ. നൂറിന്റെ ഫ്രണ്ടോ? എവിടെ സ്ഥലം? പാണവള്ളി. വാപ്പാടെ പേര്? ഇസ്മയിൽ. മറ്റേ റേഷൻ ഷോപ്പൊക്കെ നടത്തുന്ന ഇസ്മയിലാണോ? ആ, അതെ അതെ അതെ. എനിക്കറിയാം. സലീം അന്വേഷിച്ചതായി പറഞ്ഞേക്ക്. ആ ശരിയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എൻ്റെ പൊന്നോ, ഇപ്പം തന്നെ വണ്ടി എടുത്ത് ഇവിടുന്ന് എസ്കേപ്പ് ആയാൽ മതി. മുഖം കണ്ടിട്ട് ഇന്ന് മൂട വീട്ടിലാണെന്ന് തോന്നുന്നു. വരട്ടെ, ചോദിക്കാം. ഹായ് മേഡം, ഇന്ന് മൂട വീട്ടിലാണല്ലോ. എന്ത് പറ്റി? എന്ത് പണിയാ ഷാജഹാൻ കാണിച്ചത്? എന്ത്? ഷാജഹാൻ എന്തിനാ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നത്? നീയല്ലേ പറഞ്ഞു വീട്ടിൽ വന്ന മൊബൈൽ നമ്പർ തരാന്ന്? അതുകൊണ്ട് ഞാൻ വന്നു. എൻ്റെ ഉപ്പ കണ്ടു. ഓ, ഇത്രയുള്ള? എന്തായാലും ഒടുക്കത്തെ പണിയായിപ്പോ. അല്ല, ഇതിനേക്കാളും വലിയ പണിയല്ലേ നീ ചെയ്തോണ്ടിരിക്കണേ? എന്ത് പണി? ഡെയിലി എനിക്ക് ചേർത്തലയിലേക്ക് ടിക്കറ്റ് എടുത്ത് തന്നെ താനല്ലേ? ഞാനോ? ഞാനൊന്നുമല്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. അപ്പൊ ഇത്രയും നാളെ നീയല്ലേ എന്റെ ടിക്കറ്റ് അല്ല, എടുത്തോണ്ടിരുന്നത്? ഞാനൊന്നുമല്ല. ബസ് വന്നു. ബസ് വന്നു ചേട്ടാ. ആ ആ, ഡെയിലി എനിക്ക് ചേർത്തലയിലേക്ക് ടിക്കറ്റ് എടുത്ത് തന്നെ താനല്ലേ? ഞാനോ? ഞാനൊന്നുമല്ല, വേറെ ആരെങ്കിലും ആയിരിക്കും.